നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമളിക്കടുത്തുള്ള വനവാസി കുടിയിൽ നിന്നും ഗൃഹനാഥനെ കാണാതായി 2 മാസം പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം. കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതി കാണാതായത് മന്നാക്കുടി സ്വദേശി അയ്യപ്പനെ. പ്രാഥമിക അന്വേഷണം നടത്തി പോലീസും കേസ് അവസാനിപ്പിച്ചതോടെ ആശങ്കയിൽ കുടുംബം. മൂന്നാറിലിറങ്ങിയ പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. വനം വകുപ്പിന്റെ നടപടി. പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ പുലിയെ കണ്ടെത്താൻ അടുത്ത ദിവസങ്ങളിൽ ക്യാമറ ട്രാപ്പും സ്ഥാപിക്കുമെന്ന ഉദ്യോഗസ്ഥർ. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസൈലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ്. പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസൈലിംഗ് പരീക്ഷണ പറക്കൽ നടത്തി. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന സംഭവത്തിൽ ജില്ലയിലും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം. വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിൽ റോഡ് ഉപരോധിച്ചു. വിശദമായ വാർത്തകൾ. കുമളിക്കടുത്തുള്ള വനവാസി കുടിയിൽ നിന്നും ഗൃഹനാഥനെ കാണാതായി 2 മാസം പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം. മന്നാക്കുടി സ്വദേശി അയ്യപ്പനെയാണ് കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതി കാണാതായത്. പ്രാഥമിക അന്വേഷണം നടത്തി പോലീസും കേസ് അവസാനിപ്പിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് കുടുംബം. ചില സംശയങ്ങൾ കുടുംബം മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇതിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം. സഹോദരിയുടെ മകളുടെ വീട്ടിൽ മറന്നുവെച്ച ഫോൺ തിരികെ എടുക്കാൻ മെയ് മാസം 12-ാം തീയതിയാണ് അയ്യപ്പൻ പോയത്. രാത്രി വൈകിയും അയ്യപ്പനെ കാണാതായതോടെ സഹോദരിയുടെ മകളെ വിളിച്ചു തിരക്കിയപ്പോൾ ഭർത്താവിനൊപ്പം അയ്യപ്പൻ വീട്ടിലേക്ക് പോകുന്നുവെന്ന മറുപടിയാണ് ലഭിച്ചത്. രാത്രി വൈകിയും ഇരുവരെയും കാണാതായതോടെ രാവിലെ വീണ്ടും സഹോദരിയുടെ മകളുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു. എന്നാൽ അയ്യപ്പൻ തന്നോടൊപ്പം വന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. പകൽ സമയം കൂടി കാത്തിരുന്നിട്ടും അയ്യപ്പൻ വരാതായതോടെ കുമളി പോലീസിൽ പരാതി നൽകിയിരുന്നതായി കുടുംബം പറയുന്നു. ഫോൺ കളഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ ഫോൺ അന്വേഷിച്ച് പോയ ആളാണ് ബന്ധു വീട്ടിൽ പോയിട്ടാണ് മിസ്സായേക്കുന്നത്. അവിടെ പോയിട്ട് അവിടെ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ കയറിപ്പോയത് എല്ലാവരും കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ആരും കണ്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ആൾ പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. പോലീസിന് പരാതി കൊടുത്തു. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ പട്ടിയൊക്കെ കൊണ്ടുവന്നു. അവർ അവിടെയും അന്വേഷിച്ചിട്ട് അവിടെ എങ്ങനെ ചെന്നില്ലെന്നാണ് പറയുന്നത്. ബന്ധു വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു. അവിടെയും പോയിട്ടില്ലെന്നാണ് പറയുന്നത്. അയ്യപ്പനെ കാണാതായതിനു പിന്നാലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും വനത്തിനുള്ളിൽ അയ്യപ്പൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് നായയെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഒന്നും ലഭിക്കാതെ വന്നതോടെ പോലീസും പിൻവാങ്ങി. അയ്യപ്പനെ കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് സഹോദരിയുടെ മകളുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കുടുംബം സംശയങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് വിശദമായി അന്വേഷിച്ചില്ലെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. മൂന്നാറിലിറങ്ങിയ പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നടപടി. പുലിയെ കണ്ടെത്താൻ അടുത്ത ദിവസങ്ങളിൽ ക്യാമറ ട്രാപ്പും സ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പഴയ മൂന്നാർ KDSP ക്ലബ് ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. നാട്ടുകാർ 2 തവണ പുലിയെ നേരിൽ കണ്ടു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നാലെ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി. മൂന്നാർ RRT, പെട്ടിമുടി RRT എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്തമായി രാത്രികാലത്തും പരിശോധന തുടർന്നു വരുന്നുണ്ട്. നിലവിലെ പരിശോധനകൾ തുടരുന്നതിനൊപ്പം പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുമെന്നും രാത്രികാല പരിശോധന തുടരുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ S. ബിച്ചു പറഞ്ഞു. നമ്മൾ ഈ ഓൾഡ് മൂന്നാർ മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഉള്ളത്. അപ്പം അവിടെ നമ്മൾ പരിശോധനകൾ നടത്തി. അപ്പം അതിന്റെ പക്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം പുലിയാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പം രാത്രികാലങ്ങളിൽ പൂർണ്ണമായിട്ടും RRT ടീം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ക്യാമറ ട്രാപ്പ് ഉടൻ തന്നെ വെക്കാൻ ഇവിടെ തീരുമാനം മേലുദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട്. അപ്പം 2-3 ദിവസങ്ങളിലെ ക്യാമറ ട്രാപ്പ് അവിടെ വെക്കും. നിരീക്ഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ഇപ്പം കാറ്റൽ ലിഫ്റ്റിങ്ങിന്റെ റേറ്റ് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പൊക്കെ 4-5 കാറ്റൽ ലിഫ്റ്റിംഗ് ഒരു മാസം ഉണ്ടായിരുന്നു. ഇപ്പം 1-2 ഒക്കെ ആയിട്ട് കുറഞ്ഞ ചില മാസങ്ങളിൽ ഒന്നുപോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം കടുവയൊക്കെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഫ്രിഞ്ച് ഏരിയയിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ചേർന്ന് വരുന്ന ഈ തോട്ടമേഖലയിലാണ് കടുവയുടെ പ്രശ്നമുള്ളത്.
മാട്ടുപ്പെട്ടിക്ക് സമീപം കടുവയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെയും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മേഖലയിൽ 3 കടുവകൾ ഉണ്ടെന്നാണ് നിഗമനം. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ പശുക്കളെ നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരമടക്കം നൽകുന്നത് വനംവകുപ്പ് വേഗത്തിലാക്കിയിട്ടുണ്ട്. നാമമാത്രമായ നഷ്ടപരിഹാര തുക മാത്രമാണ് ഇനി വിതരണം നടത്താൻ ബാക്കിയുള്ളതെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസൈലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസൈലിംഗ് പരീക്ഷണ പറക്കൽ നടത്തി. 2 ദിവസം കൂടി പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷം അനുകൂലമായ സാഹചര്യമുണ്ടെങ്കിൽ മാത്രമാകും പദ്ധതി ആരംഭിക്കുക. പ്രകൃതി മനോഹാരിത മാത്രമല്ല, വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം വകുപ്പ് ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പാരാസൈലിംഗ് പദ്ധതിയുമായി രംഗത്തെത്തിയത്. വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവർ ബോട്ട് മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ നീക്കം. പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ പുതിയ പദ്ധതി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു. കമ്പനിയാണ്, കൊച്ചി ബേസായ കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത്. മാട്ടുപ്പെട്ടി ഡാമിൽ ആദ്യമായിട്ട് ഇവിടെ ഇപ്പോൾ പാരാസൈലിങ്ങിന്റെ ഒരു ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണം. അതിന്റെ ട്രെയിലറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. മൂന്നാറിനെ ടൂറിസം രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനു മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. ആരോഗ്യരംഗം മുഴുവൻ തച്ചു തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യരംഗം അനാസ്ഥയുടെ താവളമായി മാറിയെന്ന് CP മാത്യു ആരോപിച്ചു. ഓരോ വർഷവും വാർഷിക മന്ത്രിസഭയുടെ വാർഷികം ആഘോഷിക്കാൻ ഇവരുടെ കൈവശം പണമുണ്ട്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അത്താണിയായി മാറേണ്ട മെഡിക്കൽ കോളേജുകൾ, അവിടെ മരുന്ന് കൊടുക്കുവാൻ, സൂചി വാങ്ങിക്കൊടുക്കാൻ, പഞ്ഞി വാങ്ങിക്കൊടുക്കുവാൻ, മറ്റുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ല. വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മക്കൽ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. വാലാടി മണ്ഡലം പ്രസിഡന്റ് PA ബാബു, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, DCC ഭാരവാഹികളായ R ഗണേശൻ, PA അബ്ദുൾ റഷീദ്, PT വർഗീസ്, നജീബ് തേക്കിൻകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലവും കത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. പ്രതിഷേധവും റോഡ് ഉപരോധവും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിലും റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ടൗണിൽ ദേശീയപാതയിൽ കുത്തിയിരുന്നു. പ്രതിഷേധവും റോഡ് ഉപരോധവും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന് തിരുവനന്തപുരത്തെ നെഫ്രോളജി വിഭാഗ മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പുറകെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ശോചനീയാവസ്ഥ ഒന്നൊന്നായി പുറകെ വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ കൊല്ലപ്പെട്ടത്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏക അത്താണിയായ ഒരു സ്ത്രീയുടെ മൃതദേഹം കെട്ടിടാവശ്യങ്ങളിൽ നിന്ന് കണ്ടെടുക്കേണ്ട ഗതികേട് കേരളത്തിലുണ്ടായി. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും
ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാതെയും കെട്ടിക്കിടക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെയും രോഗികൾക്ക് ആവശ്യമായ അടിയന്തര ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങൾ വേണ്ട വിധത്തിൽ ലഭ്യമാക്കാതെയും വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കോയൻ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ ആനച്ചാൽ മുഖ്യപ്രഭാഷണം നടത്തി. KA യൂനുസ്, ഹനീഫ അറക്കൽ, TM സിദ്ദിഖ്, അജി മുഹമ്മദ്, അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ ദേശീയ പതാകയെ അവഗണിച്ചെന്നാരോപിച്ച് പ്രതിഷേധവുമായി BMS രംഗത്ത്. ആദരവോടെ സംരക്ഷിക്കേണ്ട ദേശീയ പതാക കീറിയതും നിറം മങ്ങിയതുമാണെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേശീയ പതാക മുഷിഞ്ഞു കീറിയ നിലയിലാണെന്നതാണ് BMSന്റെ ആരോപണം. ദേശീയ പതാകയെ ഒരാളുടെ രാഷ്ട്രത്തോടുള്ള കൂറിന്റെ പ്രതീകമായും വികാരവുമായാണ് കണക്കാക്കുന്നത്. നഗരസഭാ അധികൃതർ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്നാണ് BMSന്റെ ആരോപണം. കർശനമായിട്ടുള്ള നടപടി, ഒരു പതാക സംരക്ഷിക്കാനുള്ള, ദേശീയ പതാക സംരക്ഷിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം പോലും കാണിക്കാത്ത ഈ ഭരണസമിതി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മറ്റുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദേശീയ പതാക നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദരിക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാക. അതേപോലെ തന്നെ ഇന്ന് ഭാരതാംബ വിഷയത്തിലൊക്കെ ഇവരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഭാരത മാതാവിനെ, നമ്മുടെ ഭാരതത്തെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ദേശീയ പതാക സംരക്ഷിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുത്തരപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല സർക്കാർ തലത്തിൽ നിയമപരമായിട്ടും എല്ലാം ഉള്ള നടപടി എടുക്കണമെന്നുള്ളതാണ് BMS ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. രാജ്യത്തെ ഓരോ വ്യക്തിയും ദേശീയ പതാകയെ ബഹുമാനിക്കണം. ദേശീയ പതാകയുടെ മഹത്വം സംരക്ഷിക്കുന്നതിനായി അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും BMS ആവശ്യപ്പെട്ടു. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. വെള്ളയാങ്കുടിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും 4 പേരെയും നഗരത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച 2 പേരെയുമാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം മാമലശ്ശേരി തെങ്ങുംതോട്ടത്തിൽ ആൽബി, ഉപ്പുകണ്ടം നിബിൻ സുബീഷ്, പിറവം മാമലശ്ശേരി പുത്തൻപുരിയിൽ വിഷ്ണു മോഹനൻ, കാഞ്ഞാർ പാറശ്ശേരിയിൽ ജഗൻ സുരേഷ്, കാൽവരി മൗണ്ട് ചീരാങ്കുന്നേൽ മാത്യൂസ് കറിയ, മ്രാല കല്ലുവേലിപ്പറമ്പിൽ ആകാശ് അനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 500 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഏറെ നാളായി നഗരത്തിൽ കഞ്ചാവ് മൊത്തക്കച്ചവടം നടത്തുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാറിൽ സെമിനാർ സംഘടിപ്പിച്ചു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ മോഡറേറ്ററായ സെമിനാറിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. ഇടുക്കിയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം സാധ്യമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മനുഷ്യന്റെ ജീവനേക്കാൾ ഒരു മൃഗത്തിനും വില കൽപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ പറഞ്ഞു. വന്യജീവി സംഘർഷവും മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഹാരമുണ്ടോ എന്ന ചോദ്യമാണ് ഈ സെമിനാറിലൂടെ ഉയർത്തുന്നത്. നടപടിയും ഉണ്ടായെങ്കിൽ ഒരു പരിധി വരെ തടയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓരോ വനത്തിലെയും മൃഗങ്ങളുടെ വാഹകശേഷി കണ്ടെത്തണം. വാഹകശേഷിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമീകരിക്കേണ്ടതുണ്ട്. അത് ഇന്ത്യയിലും പ്രായോഗികമായി നടപ്പിലാക്കണമെന്ന് മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. ശാസ്ത്രീയമായ സമീപനം എന്ന് പറയുന്നത് ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. വന്യജീവികളുടെ സംരക്ഷണം, ഈ വന്യജീവികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ മാത്രമല്ല ലോകത്തിന്റെ നിലനിൽപ്പിന് ഈ ജൈവ വൈവിധ്യം നിലനിർത്തിയേ പറ്റൂ. ആ ജൈവ വൈവിധ്യം കൃത്യതയോടുകൂടി നിലനിർത്തണം, എല്ലാ കാലത്തേക്കും നിലനിർത്തണം. അതിനാവശ്യമായ സമീപനമാണ് ഉണ്ടാവേണ്ടത്. ആ സമീപനം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളിടത്താണ് എന്റെ ചിന്ത നിൽക്കുന്നത്. വനം വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കി നിയമനിർമ്മാണം നടത്തണമെന്ന് DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ആവശ്യപ്പെട്ടു. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഏതെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലേക്ക് മാത്രം വെച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരാണ് ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്നത്? നിയമം നിർമ്മിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനപ്രതിനിധികളാണ്. അത് ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് അംഗം മുതൽ പാർലമെന്റ് അംഗം വരെയുള്ള ജനപ്രതിനിധികൾ, അവർക്കാണ് നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളത്. അതിപ്പോ കേന്ദ്രമായാലും കേരളത്തിലായാലും നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളവർ കാലോചിതമായി അത്തരം നിയമങ്ങളെ കുറിച്ച് പഠനം നടത്തുകയോ അത്തരം നിയമങ്ങളെ കുറിച്ച് പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാവുന്നുണ്ട് ഈ രാജ്യത്ത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ശാശ്വത പരിഹാരം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആനകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കണമെന്ന് മാധ്യമപ്രവർത്തകനായ ലാൽകൃഷ്ണൻ പറഞ്ഞു.
ഇത് സമീപകാലത്ത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ സോളാർ ഫെൻസിങ് നമുക്കൊരു പ്രതിരോധ സംവിധാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സോളാർ ഫെൻസിങ് സത്യത്തിലൊരു പ്രതിരോധ സംവിധാനമാണ്. ഈ സോളാർ ഫെൻസിങ് തന്നെ മറച്ചിട്ടുകൊണ്ട് ആന വരുന്നത് നമ്മൾ തന്നെ എത്ര തന്നെ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ സോളാർ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാൻ വനമേഖലയായിട്ട് വലിയ ബന്ധമൊന്നുമുള്ള ഒരാളല്ല എന്നൊരു തോന്നൽ കൂടിയുണ്ട്. എൻ്റെ വീട് സത്യത്തിലേക്ക് ഓർമ്മകളത്താണ്. എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്ത് കാട്ടാനയും കാട്ടുപന്നിയും ഈ സാധനങ്ങളൊന്നും കുറച്ച് നാൾ മുമ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമീപകാലത്തായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ പോയി ഐക്യരാഷ്ട്രസഭയുടെ യോഗം ചെയ്യാൻ കാര്യമില്ല. കാട്ടിൽ പറ്റില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീറ്റ കിട്ടുന്നതുകൊണ്ട് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലും പഞ്ചായത്തിലും പരിസരത്തുള്ള സാധനങ്ങളൊക്കെ ഇവർ തിന്നുന്നു. അപ്പോൾ അതിനെന്താ പരിഹാരം എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നുണ്ട്. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ശാശ്വത പരിഹാരമായി വനത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും ഉറപ്പാക്കുകയും ചെയ്ത വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ SV വിനോദ് വ്യക്തമാക്കി. സംസ്ഥാനത്തിൽ ഒരു സവിശേഷ ദുരന്തമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ കവറായി. അതായത് ഇതിപ്പോ എന്താ പറയാ, ഈ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നത് വനം വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. പകരം അതിനകത്തേക്ക് ഇപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു സംയോജനം വരും. പ്രധാനമായിട്ടും LSTD നമ്മുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ്, ഒപ്പം തന്നെ ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്മെന്റ് വരുന്നു, പോലീസ്, ഈ ഫയർ ഫോഴ്സ്. ഇതിപ്പോ നമ്മുടെ ഒരു മൊത്തത്തിലൊരു മാറ്റമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധി വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോ എല്ലാ വകുപ്പുകളുടെയും ഒരു സംയോജനം വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ സീനിയർ ലെവൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് കൂടി കഴിഞ്ഞു. ഇനി ആ കമ്മിറ്റി, ആ ഉദ്യോഗസ്ഥരെന്ന കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. അതായത് പണ്ടത്തെ പോലെ പൂർണ്ണമായിട്ടും വനംവകുപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ സ്റ്റേറ്റ് ഇപ്പൊ തയ്യാറാണ്. പകരം നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു യോജിച്ച പ്രവർത്തനം പറയാൻ മതി എന്നൊരു നിലപാട്. CPI സംസ്ഥാന കൗൺസിൽ അംഗം MY യൂസഫ് അധ്യക്ഷനായിരുന്നു. ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P മുത്തുപ്പാണ്ടി, നേതാക്കളായ GN ഗുരുനാഥൻ, ജയ മധു, KM ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. വനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ വനം റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വാഹന സന്ദേശ റാലി നടത്തി. ഉപ്പുതറയിൽ നിന്നും ആരംഭിച്ച റാലി കട്ടപ്പനയിൽ സമാപിച്ചു. വനമഹോത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ വനം റേഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് വനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വാഹന സന്ദേശ റാലി സംഘടിപ്പിച്ചത്. ഉപ്പുതറയിൽ നിന്നും ആരംഭിച്ച റാലി കട്ടപ്പനയിൽ സമാപിച്ചു. സമാപന സമ്മേളനം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്നു. നഗരസഭാ കൗൺസിലർമാരായ ബിനു കേശവൻ, പ്രശാന്ത് രാജു, കാഞ്ചാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനീഷ് PP, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കരുണാപുരം പ്രകാശ് ഗ്രാമിൽ പുതുതായി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2ാം വാർഡായ പ്രകാശ് ഗ്രാമിൽ ഹാൾ നിർമ്മിച്ചത്. 2019 അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവപ്രസാദ് തണ്ണിപ്പാറ 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഫർണിച്ചറുകൾക്കായി ബാക്കി 3 ലക്ഷം രൂപ കൂടി മുടക്കി ഈ വർഷമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രദേശവാസിയായ ആന്റണി താഴത്തുവീട്ടിൽ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കമ്മ്യൂണിറ്റി ഹാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രാമസഭയും നടന്നു. ഗ്രാമസഭയിലെ പദ്ധതി രൂപവൽക്കരണ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് KT സാലി നിർവഹിച്ചു. ജെയ്മോൻ നടുവേലി, MA സിദ്ദിഖ്, സതി അനിൽകുമാർ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിളക്കിത്തല നായർ സമാജം കട്ടപ്പന ശാഖ വാർഷിക സമ്മേളനം നടന്നു. താലൂക്ക് പ്രസിഡന്റ് നിജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ശാഖ ഓഫീസിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് VS കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. താലൂക്ക് പ്രസിഡന്റ് നിജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
ശാഖാ സെക്രട്ടറി AP രാജേന്ദ്രൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇവിടെയൊരു നിലയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു. പെരുമയും പഴമയും ഇരുകരത്തട്ടിലും കൈകോർത്തു കക്ക പെറുക്കിയിരുന്നു. പെരുമയും പഴമയും ഇരുകരത്തട്ടിലും കൈകോർത്തു കക്ക പെറുക്കിയിരുന്നു. താലൂക്ക് ട്രഷറർ അശ്വതി രവീന്ദ്രൻ, മഹിളാ സമാജം താലൂക്ക് പ്രസിഡന്റ് ശ്രീകല രാജു, സുമതി രാജു, ബിന്ദു പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ഞിക്കുഴിയിൽ ഏലം കർഷകർക്കായി സൗജന്യ പഠന ക്ലാസ് നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ ഗോപി ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചെറുകിട ഏലം കർഷകർക്കുള്ള സൗജന്യ പഠന ക്ലാസ്സാണ് വാകച്ചുവട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. ബെന്നി കണ്ണൻപ്ലാക്കൽ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കർഷകർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥയിലുള്ള വ്യതിയാനമാണ്. മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്കറിയാം. ഈ കഴിഞ്ഞ മാസം തന്നെ നമുക്ക് ഉണ്ടായ പ്രകൃതി ദുരന്തം എന്ന് തന്നെ പറയാം. നമ്മുടെയൊക്കെ വാർഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ പഴഞ്ചൊല്ലെന്ന് പറയാൻ പറ്റിയല്ല, പഴയ കാലത്ത് നമ്മൾ പറയുമായിരുന്നു, ഒരു നാട്ടു ചൊല്ല എന്ന് പറയുമായിരുന്നു, എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ആ കൃഷി പരിപാലിച്ചു കൊണ്ടുവന്നത്, അല്ല ഇന്ന സാധനങ്ങൾ പരിപാലിച്ചു കൊണ്ടുവന്നത്, അത് മൊത്തം പോയി എന്ന് പറയുമായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കർഷകനും നമ്മൾ അവനവൻ്റെ പറമ്പിൽ കൃഷി ഇറക്കുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടാണ് കർഷകർ വിളവിറക്കുന്നത്. ചെറുകിട ഏലം കർഷകർക്ക് പരിപാലന കീടനിയന്ത്രണ പരിശീലന ക്ലാസ് കൃഷി വിദഗ്ധൻ ശശികുമാർ നയിച്ചു. HDS പ്രോജക്ട് ഓഫീസർ സിബി മാളിയേക്കൽ നേതൃത്വം നൽകി. നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിലെ പ്രാവുകൾക്ക് 2 വർഷമായി സുരേഷിനെയും അദ്ദേഹത്തിന്റെ റേഷൻ കടയും സുപരിചിതമാണ്. കൃത്യം രാവിലെ 9-നും വൈകിട്ട് 4-നും സുരേഷ് അരിയും ഗോതമ്പുമായി എത്തും. കട തുറക്കാൻ തങ്ങളുടെ അന്നദാതാവ് എത്തുന്നതും കാത്ത് പ്രാവുകൾ റേഷൻ കടയുടെ പരിസരങ്ങളിൽ നിലയുറപ്പിക്കും. ചപ്പാത്ത് നടക്കാവിൽ സുരേഷ് മാട്ടുക്കട്ടയിൽ റേഷൻ കട ആരംഭിച്ചപ്പോൾ മുതൽ ഇത് പതിവാണ്. 1ഉം 2ഉമല്ല 150-ലേറെ പ്രാവുകളാണ് സുരേഷിന്റെ കൂട്ടുകാർ. കട തുറക്കാൻ തങ്ങളുടെ അന്നദാതാവ് എത്തുന്നതും കാത്ത് പ്രാവുകൾ റേഷൻ കടയുടെ പരിസരങ്ങളിൽ നിലയുറപ്പിക്കും. ചിലർ അദ്ദേഹം ബസ് ഇറങ്ങുമ്പോൾ ഒപ്പം കൂടും. കട തുറന്ന് കടയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് ഇവയ്ക്ക് തീറ്റയുമായി ഇറങ്ങുന്നത്. ഈ പതിവ് തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. രാവിലെ 9-നും വൈകിട്ട് 4-നും കൃത്യമായി സുരേഷ് തീറ്റയുമായി എത്തും. പ്രാവുകളുടെ ആവശ്യമനുസരിച്ച് മതിയാകും വരെ തീറ്റ നൽകുമെന്നതും പ്രത്യേകതയാണ്. അവധി ദിവസങ്ങളിൽ റേഷൻ കടയുടെ എതിർവശത്തുള്ള ചായക്കടയിൽ പ്രാവുകൾക്കുള്ള തീറ്റ ഏൽപ്പിക്കാറാണ് പതിവ്. 1 വർഷം തൊട്ട് ഞാനിവിടെ വരുമ്പം ആദ്യം പ്രാവ് കുറവായിരുന്നു. ഒരു ദിവസം കൂടി ആദ്യം ഒരു രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 10 എണ്ണം വരും, പിന്നെ ഒരു 5-6 വരും, പിന്നെ ഉച്ച കഴിഞ്ഞ് ഇതുപോലെ തന്നെ 10 പ്രാവ് വരും. നമ്മൾ സ്ഥിരം ഇങ്ങനെ നോക്കി, ഞാൻ അവിടെ നിന്ന് വണ്ടി വരുന്ന നോക്കിയിരിക്കും. ഞാൻ വന്ന് കഴിയുമ്പോൾ അതുങ്ങൾ അവിടെ വരും. ആൾക്കാരുണ്ടെങ്കിൽ മാറി നിൽക്കും, അത് കഴിഞ്ഞ് അതോട്ട് വരും. നമ്മൾ ഇവിടുന്ന് ഈ തൂത്ത് വരുന്ന അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കൊടുക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരിക്കുക നമുക്ക് ഒരു നമ്മളെന്താ പറയുക, അതുങ്ങൾക്ക്
പൊതുവെ കൊടുക്കാനില്ലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഞാൻ ഞായറാഴ്ച ഇല്ലാത്തപ്പം അവിടുത്തെ അമ്മച്ചിയാണ് കൊടുക്കുന്നത്. ആ അമ്മച്ചി അവിടെ ആരും മേടിച്ച് വെച്ച് കൊടുക്കും. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം കുറേശ്ശെ ധാന്യങ്ങൾ കൊടുക്കും. കൊടുക്കാൻ അതുകൊണ്ട് അതുങ്ങൾ പട്ടിയില്ലാതെ പോകുന്നുണ്ട്. അത് കൊടുക്കുന്നതിന് നമുക്കൊരു പ്രത്യേകമായ സന്തോഷമുണ്ട് മനസ്സിന്. അപ്പോൾ അതുങ്ങൾക്ക് തന്നെ അറിയാം, നല്ലപോലെ തന്നെ അറിയാം. അതിനത്ര അടുത്ത് തന്നെ പോലും നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കും, മേശപ്പുറത്തൊക്കെ വന്ന് ഇങ്ങനെ കയറിയിരിക്കും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മൃഗങ്ങളോടൊക്കെ നമുക്ക് ജീവികളൊക്കെ ഒരു ഇതുണ്ട്. നമ്മളവിടെ തന്നെ കപ്പത്തിലൊക്കെയാണ് തന്നെ 2 പട്ടിയൊക്കെ ഉണ്ട്. അതിനൊക്കെയാണെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുകയും അതുങ്ങൾ നമ്മളോട് ഇതുപോലെ തന്നെ ഇടപെടുന്നതാണ്. അത് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. പ്രാവുകൾക്ക് പുറമെ തെരുവ് നായ്ക്കൾക്കും സുരേഷ് ആഹാരം നൽകാറുണ്ട്. ഇത് റേഷൻ കടയിലും പരിസരങ്ങളിലും എത്തുന്നവരുടെ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമളിക്കടുത്തുള്ള വനവാസി കുടിയിൽ നിന്നും ഗൃഹനാഥനെ കാണാതായി 2 മാസം പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം. കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതി കാണാതായത് മന്നാക്കുടി സ്വദേശി അയ്യപ്പനെ. പ്രാഥമിക അന്വേഷണം നടത്തി പോലീസും കേസ് അവസാനിപ്പിച്ചതോടെ ആശങ്കയിൽ കുടുംബം. മൂന്നാറിലിറങ്ങിയ പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. വനം വകുപ്പിന്റെ നടപടി പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ പുലിയെ കണ്ടെത്താൻ അടുത്ത ദിവസങ്ങളിൽ ക്യാമറ ട്രാപ്പും സ്ഥാപിക്കുമെന്ന ഉദ്യോഗസ്ഥർ. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസൈലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ്. പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസൈലിംഗ് പരീക്ഷണ പറക്കൽ നടത്തി. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന സംഭവത്തിൽ ജില്ലയിലും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം. വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിൽ റോഡ് ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.